ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ നോൻപിനുള്ള നമ്മളെ റമദാൻ മാസത്തിനുള്ള മല്ലി മുളകൊക്കെ പൊടിപ്പിക്കുന്ന ഒരു വീഡിയോയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പൊടിപ്പിക്കാൻ പോകണ വറുക്കാൻ പോകണ മല്ലി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച മാതിരിയല്ല, നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടുന്ന എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് വറുത്ത് പൊടിക്കുന്നത്. അതിൽ ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെയും വെഞ്ചീരകവും അതുപോലെ വേറെ ഉലുവ കുരുമുളക് അങ്ങനെയുള്ള വേറെയും കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് കേട്ടോ. പിന്നെ സാമ്പാർക്കുള്ള മല്ലിപ്പൊടി വേറെയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, മല്ലിമുളക് വറുക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ 6 ലക്ഷം ആൾക്കാർ കണ്ടിക്കണം കേട്ടോ അത്. അപ്പോൾ അതിൽ കമൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇത് സാമ്പാർക്ക് ഇടാൻ പറ്റുമോ, ഇത് പറ്റൂലല്ലോ. അപ്പോൾ ഇത് പറ്റൂല, ഇത് ഇറച്ചിക്കൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടോ, സാമ്പാർക്ക് പറ്റൂല. അവിടെ തൊടല്ലേ, സാമ്പാർക്കുള്ളത് അടങ്ങി നിൽക്കാം, അവിടെ നോക്കാം. സാമ്പാർക്കുള്ളത് വേറെ ഞാൻ പറഞ്ഞുതരാം, ഇറച്ചിക്കുള്ളത് വേറെയും പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് പൊടിക്കുന്നത് നമുക്ക് ശരിക്കും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു മല്ലിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം തന്നെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ ഇറച്ചിക്ക് കാര്യമായിട്ട് ചിക്കൻ ഇറച്ചി റമദാൻ മാസം അങ്ങനെയാണല്ലോ, കാര്യമായിട്ട് അങ്ങനെയുള്ള മസാലക്കറി ചിക്കന് ബീഫൊക്കെ ആണല്ലോ, അതിക്കുള്ള മല്ലിയാണ് കാര്യമായിട്ട് കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് ഉള്ളി അങ്ങനെയുള്ള കറികൾ അതുണ്ടാക്കാം. പിന്നെ ഞാൻ ഫസ്റ്റിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് എമിക്കുട്ടനെയും കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്, മല്ലി മുളക് വറുക്കുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എമിക്കുട്ടനെയും കൊണ്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് എമിക്കുട്ടനെയും കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റിൽ ചെയ്ത വീഡിയോ 6 ലക്ഷം ആൾക്കാർ കണ്ടു. അതിൻ്റെ ശേഷം ചെയ്ത വീഡിയോ 1 ലക്ഷം ആയിട്ടില്ല കേട്ടോ, കണ്ടിട്ട് 1 ലക്ഷം ആയിട്ടില്ല. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് എമിക്കുട്ടനെയും കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ ലൈക്ക് ചെയ്യണം പറഞ്ഞേന്. ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും മുളകും മല്ലിയൊക്കെ പൊടിച്ചോ, മല്ലി മുളകും മഞ്ഞളൊക്കെ പൊടിച്ചോ? ഞാനിതാ കഴുകി നോക്കാണിങ്ങൾ. ഇതിലുള്ള ഒരു ചളി എത്രങ്ങാനും പൂഴിയും മണലൊക്കെയാണ് ഇതിലെന്നറിയോ. അത് മാത്രമല്ല നല്ല വെള്ളാരം കല്ലുകൾ, തൂക്കം കൂടാൻ എന്താണെന്നറിയില്ല, വെള്ളാരം കല്ലുകൾ, കോലുകൾ, മനുഷ്യന്മാർ എന്തൊക്കെയാണ്. ഇതിപ്പോൾ ഈ വലിയ വലിയ ഗോഡൗണിൽ നിന്ന് നന്നായിട്ട് ചാക്ക് കണക്കിന് കടകൾക്ക് കൊണ്ടുവരേക്കാരം വലിയ സ്ഥലത്തുനിന്ന്. അപ്പോൾ നമ്മൾ നല്ലോണം ഈ വക സാധനങ്ങൾ നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. പിന്നെ ഞങ്ങളോടൊരു കാര്യം പറയാം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൊരു കാര്യം. ഒരു നെല്ലിക്ക് യാദർശികമായിട്ട് ഞാൻ രാവിലെ കുറച്ച് പൈസക്ക് വേണ്ടി പോയതാണ്. ഞാൻ സ്ഥലവും പേരും ഉടമകളൊന്നും പറയുന്നില്ല. ഓലുണ്ട് അച്ചലേക്ക് ഈ പീടിയിൽ നിന്ന് കൊണ്ടുവന്ന ചാക്കോർത്തരം കേട്ട് മില്ല് കൊണ്ടുപോകാൻ. ഇതിലുള്ളൊരു പൂടി കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ മില്ലിൽ നിന്ന് എത്ര കണ്ട് നമ്മൾ വിശ്വസിച്ച് വാങ്ങും. ഞാൻ നോക്കുമ്പോൾ പൊടിച്ചിന് ആ സാധനത്തേക്ക് മുളകിൻ്റെ ചാക്കിനൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചാക്കിനൂരുണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അത് വീഡിയോ പിന്നെ ഫോട്ടോ എടുക്കുക ചെയ്താൽ നിങ്ങൾക്ക് ഇത് പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അതിൽ ഒരു എന്നോട് താന്നു പോന്ന് പറഞ്ഞപ്പോൾ ഞാനത് പബ്ലിക്കിൽ കൊണ്ടുവന്നില്ല. കാരണം ഞാൻ പോലെ പിന്നെ ഇതിനെ ഒന്നും ബാധിക്കണ്ട വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരെ ഇടങ്ങേറുണ്ട്. മുളകൊക്കെ നല്ലോണം തിരുമ്പി കഴുകണം. മുളകിൽ ഇതേപോലെ നല്ല ചളി ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഞാൻ കഴുകി. കാരണം ഇപ്പോൾ നല്ല വേനലാണല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി ആ മഞ്ഞളുണ്ട് നമ്മളെ പെരയിലുണ്ടായത്, കുറച്ച് കളച്ചത് ടൊമാൻ്റെ നിന്ന് കളച്ചത് കൊണ്ടുവന്നത്. അപ്പോൾ അതും പിന്നെ മഞ്ഞൾ പുഴുങ്ങി ഉണക്കിയിട്ട് ആണ് എടുക്കേണ്ടത് മഞ്ഞൾ. കാരണം നല്ല മഞ്ഞൾപ്പൊടി, നല്ല രുചിയില്ല മഞ്ഞൾപ്പൊടി. അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവിടെ നോക്കാണി മുളക് ഉണങ്ങിയിട്ട് കിലുകിലേനുണ്ടായിക്കണ് കണ്ടോ, നല്ല കിരിക്കിട്ടം പാടിയിരിക്കണം 2-3 ദിവസം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം, നല്ല വൃത്തിയായി കിട്ടും. ഈ മഞ്ഞൾ കാട്ടിൻ്റെ കണ്ടുപിടിട്ടോ. കടയിൽ നിന്നാണ് മിക്കവാറും ആൾക്കാർ മഞ്ഞൾ വാങ്ങലേ. അപ്പോൾ തൊടുവിലൊന്നും ആരും മഞ്ഞൾ ഉണ്ടാക്കണില്ല. അപ്പോൾ നാടൻ മഞ്ഞളാണ് കറിക്ക് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും നാടൻ മഞ്ഞൾ കിട്ടൂല. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, നമ്മൾ അന്വേഷിച്ച് പോയാൽ കിട്ടാത്തതൊന്നുമില്ല. അപ്പോൾ ഇത് നാടൻ മഞ്ഞളാണ് ഞാൻ പൊടിപ്പിക്കലില്ല വർഷം. ഇതിപ്പോൾ നമ്മൾ തൊടുവിൽ തന്നെ കളച്ചെടുത്ത മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ഇത് ഇതിമത്തെ ആരും വേരൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞതാണ്. എന്നാലും നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം, എന്നാലുള്ളൂ വെള്ളത്തിലിട്ടാലുള്ളൂ അതിലത്തെ മണ്ണൊക്കെ പോയിട്ട് ക്ലീനാക്കി കിട്ടുക. എന്നിട്ട് നമ്മളിത് എന്തെന്നു ഒന്ന് പുഴുങ്ങുന്നതിൻ്റെ മുന്നേ നടുവൊന്ന് പൊളിച്ചിട്ടാണ് പുഴുങ്ങിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ട് നമ്മളിത് വെയിലത്തിട്ട് ഉണക്കും. അപ്പോഴാണ് മഞ്ഞപ്പൊടി ഉഷാറായിട്ട് കിട്ടട്ടോ. അപ്പോൾ ഇത് നന്നാക്കാത്ത മഞ്ഞളാണ്. ഇതിൻ്റെ ഈ വേരുകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ,
ഈ സാധനങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ തോലൊന്നും കളയേണ്ട, എന്നിട്ടാണ് നമ്മൾ പുഴുങ്ങി ഇത് ഉണക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ആ മഞ്ഞൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിക്കണ്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ലോണം വേഗരുത്, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടിൽ കിടന്നാൽ മതി, 2 തള അരച്ചാൽ മതി. ഇങ്ങനെയാണ് മഞ്ഞൾ വാട്ടിയെടുക്കുക. ഈ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റേക്കാരൊക്കെ അവർ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളെ തൊടുവിലൊക്കെ നമ്മളൊരു 3-4 മുരട് മഞ്ഞളുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിന് കൈയൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ കറുകൊണ്ട് ആകെ വേറൊരു കളറായിരിക്കും ഇതിൻ്റെ കൈയിൻ്റെ ഉള്ളനടിയും പുറനടിയൊക്കെ ഈ മഞ്ഞ കളറും എന്തൊക്കെയോ ആയിരിക്കും. എന്നിട്ട് നമ്മളെ തൊടുവിലുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ചാക്കിൽ നട്ടാൽ നമ്മളെ ആവശ്യത്തിന് നമുക്കൊരു വർഷത്തിൽ മഞ്ഞൾപ്പൊടി തോനെയൊന്നും വേണ്ടല്ലോ, കറിയിൽ കുറച്ചല്ലേ ഇടുള്ളൂ. ഇതൊന്ന് തിളച്ചിട്ട് കണ്ട് ഊറ്റി ചൂടാറിയിട്ട് എന്താ ചെയ്യുക, നടുകണ് കീറുക. ചൂടാറിയിട്ട് വേണം കേട്ടോ കീറാൻ. ഞാൻ നേരത്തെ നിങ്ങളോട്ടൊന്ന് കീറിയിട്ടാണ് പുഴുങ്ങാറല്ലേ, കീറിനീൻ്റെ മുന്നേ പുഴുങ്ങണം കേട്ടോ. ഉപ്പൊന്നും ഇടണ്ട, അങ്ങനെ പുഴുങ്ങിയിട്ട് ഇനി ഓട്ടപ്പാത്രത്തേക്കാണ് വാരുക. അപ്പോൾ ഇതറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാട്ടുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ തൊടുവിലുണ്ടായ മഞ്ഞളാണ്. അപ്പം ഇന്നിപ്പോൾ ഇനി ഇതിൽ കൂടെ അതും കൂടെ കാണിച്ച് പറഞ്ഞു തരാമല്ലോ വിചാരിച്ചിട്ടോ. എന്നിട്ട് ചൂട് ആറിയിട്ട് നല്ലോണം ഒന്ന് ചിക്കി വെച്ചിട്ട് ഇത് നല്ലോണം ചെറുതാക്കി 3-4 കഷ്ണാക്കി കീറിയിട്ട് വെയിലത്ത് വെച്ചാണ്ട് ഉണക്കുക. അപ്പോൾ കണ്ടോ കീറി. ഇനി ഇത് 2 ദിവസം 3-4 ദിവസം 5-6 ദിവസം വേണ്ടി വരും കേട്ടോ. ഒരാഴ്ചൻ്റെ കൂട്ടിക്കോളി, ഒരാഴ്ചക്ക് എടുത്ത് എനിക്ക് ഉണങ്ങാൻ കണ്ടോ. കാണി 5-6ാമത്തെ ദിവസമായപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി കിട്ടാൻ പാടി ഇതാക്കണം. ഇനിയിപ്പോൾ ഞാനിതിൽ കവറിൽ കെട്ടിയേക്കുകയാണ് കണ്ടോ. ഉണങ്ങിയപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും 1 കിലോനും ചില്ലറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മളിപ്പോൾ ഈ കാണിച്ചു തരുന്ന സാധനങ്ങൾ ചിക്കന് ബീഫും ഒക്കെ വെക്കണേക്ക് ഇടാനുള്ളതാണ് കേട്ടോ. ഇത് മാത്രമല്ല ഇന്നും ഉണ്ട് കേട്ടോ ഇതിക്ക് ചേരുവകൾ. കരിവേപ്പിൻ്റെ ഇല കുറച്ച് തോനെ എടുത്തോളി, നമുക്ക് മല്ലി വറുക്കുമ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പെരിഞ്ചീരകം 2 കിലോ മല്ലിക്ക് ഇതാ ഞാൻ 100 ഗ്രാം തികച്ച് പെരിഞ്ചീരകം എടുത്തിട്ടില്ല കേട്ടോ. ഇതാ ഇത്രയും പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഇല്ല, അതിന് കുറച്ചാണ് എടുത്ത് വെച്ചത്. പിന്നെ ഇതാ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളി നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ചിക്കനും ബീഫും അയക്കാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാ ഞാൻ കറുകാപ്പട്ട എടുത്തിക്കണ്, ഏലക്കായ എടുത്തിക്കണ്. ഇതാ ഈ 2 സാധനം, ഇത് നമ്മളെ ഇറച്ചിക്കൊക്കെ ഇടുന്ന ഒരു പൂവാണ്. ഈ ഒരു സാധനം നമുക്ക് ബിരിയാണിക്കൊക്കെ ഇടുന്ന ഇതിൻ്റെ പേരിപ്പോൾ എന്താ അത് ഞാൻ മറന്നിക്കണം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് തക്കോലം എന്നാണ് കേട്ടോ. ഞാൻ അതിന് തക്കോലം എന്നാണ് പറയുക, എല്ലാവരും എന്താ പറയാന്ന് എനിക്കറിയില്ല. ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കറുകാപ്പൂവ് എന്താപ്പോൾ കറുകാപ്പൂവ് എന്ന് പറയും, ഗ്രാമ്പു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ 2 കിലോ മല്ലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ക്ലിയർ ഉണ്ടോ? പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് ഇതാ ഉലുവ. ഇതാ 2 കിലോ മല്ലിക്ക് ഇതാ ഇതിനൊരു കയ്യിൽ ഉലുവയാണ് ഞാൻ എടുത്തിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെ പാടെ കണ്ട 2 കിലോ മല്ലി കാണിട്ടത്. ഇനി ഇതിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് കറി വെക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മല്ലിപ്പൊടി പിന്നെ ചിക്കനും ബീഫും വെക്കുമ്പോൾ നമുക്ക് വെക്കട്ടോ. അപ്പോൾ ഇതിൽ മീൻ കറിക്ക് പറ്റാത്തതെന്ന് പറയാനതാ ഇത് സംഭവമാണ്. ഈ സംഭവം ഇട്ടാൽ മീൻ കറിക്ക് ഇത് ഇടാൻ പറ്റൂല. മീൻ കറിക്കും ചിക്കൻ കറിക്കും ബീഫുക്കും ഇതാ ഇത് മൊത്തം പറ്റും. ഈ ചേരുവകൾ പറ്റും, ഇതാ ഈ കറിവേപ്പില പറ്റും. അപ്പോൾ സാമ്പാർക്ക് മീൻ കറിക്ക് വേറെയുള്ള രീതിയിലാണ് മല്ലി വറുക്കുക. അതും ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കനും ബീഫൊക്കെയുള്ള മല്ലി. അപ്പോൾ നമ്മൾ 2 കിലോ മല്ലി വാങ്ങുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിൽ അങ്ങോട്ട് പൊടിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 കിലോ മല്ലി വെറും പിന്നെ ബീഫും ചിക്കനും അയക്കുള്ളതാണ്, മസാലക്കറിക്കുള്ളത് കേട്ടോ. ഇനി നമുക്ക് വറുക്കണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചേരുവകളൊക്കെ ഇട്ട് നമുക്ക് മല്ലി അടിപൊളിയായിട്ട് വറുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ പിന്നെ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ചെറുതാക്കി ഒന്ന് അങ്ങോട്ട് നുറുക്കിയെടുക്കട്ടോ. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ മല്ലി വറുക്കണത്. ഇനി നമുക്കിത് വറുക്കട്ടോ. അപ്പോൾ വറുക്കാൻ വേണ്ടിയാൽ ചെമ്പട്ടിക്ക് ഇതാ മല്ലി ഇട്ടു, നമ്മളെ ഈ പെരിഞ്ചീരകം ഇട്ടു, അതുപോലെ ഉലുവ ഇട്ടു. കണ്ടോ നമ്മൾ ഈ കണ്ട ഗരം മസാലക്ക് പറ്റുന്ന എല്ലാതും ഇട്ടു. ഏലക്കായ, ഗ്രാമ്പു, കറുകാപ്പട്ട, കുരുമുളക്, തക്കോലം, കറിവേപ്പില അങ്ങോട്ട് ഇളക്കുക. ഇത് നമ്മളെ ഇറച്ചിക്ക് മാത്രം പറ്റുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ മീൻ കറിക്ക് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ മീൻ കറിക്ക് ഇറച്ചിക്കറിക്കും ഞാൻ ഇത് തന്നെ ഉണ്ടല്ലോ കണ്ടോ. വെളുത്തുള്ളി ചെറിയുള്ളി നല്ലോണം ചെറുതാക്കി ഇതിലേറെ കൊത്തി അരിയാൻ പറ്റുവെച്ചെങ്കിൽ അതിലേറെ ചെറുതാക്കി കൊത്തി അരിഞ്ഞിടണം കേട്ടോ. എന്നാലേ ഈ വെളുത്തുള്ളി പിന്നെ ഈ ചെറിയുള്ളി ഈ മല്ലി പോകുമ്പോഴത്തേനെ ഈ കരിയേപ്പിൻ്റെ എല്ലാം കിട്ടും മുരിമുരിയോനുണ്ടാവും പൊടിയും.
അപ്പോൾ തന്നെ നമ്മളെ ഈ മസാലയൊക്കെ ഇങ്ങോട്ട് ചൂടാവുമ്പോൾ മസാല എന്നപ്പോൾ പറയണത് പിന്നെ ഈ കുരുമുളകും ഏലക്കായും കറിവേപ്പിലയും പെരുംജീരകവും ഉള്ളിയും എല്ലാം കൂട്ടായിട്ട് ഇതിൻ്റെ സ്മെല്ലേ നല്ലൊരു വാസന കേട്ടോ. മല്ലി വെന്തിട്ട് നമുക്ക് ചൂടാറാൻ വേറെ പാത്രത്തിൽ ഇട്ടേക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പൊടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. ഇനിയുണ്ട് നമുക്ക് സാമ്പാർക്കുള്ള മല്ലി എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇനി കമൻറ്റിൽ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് സാമ്പാർക്ക് പറ്റില്ലല്ലോ. ഈ വറുക്കണ മല്ലി സാമ്പാർക്ക് പറ്റൂല മക്കളെ. കാരണം ഇതിക്ക് എന്തൊക്കെ ഇട്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇത് ഇറച്ചിക്കറിക്ക് ഒക്കെ ബീഫ് കറിക്ക് കോഴിക്കറിക്കൊക്കെ പറ്റും. എന്നിട്ട് ഇത് ഒരു പാത്രത്തിൽ ഇനി നമുക്ക് സാമ്പാർക്കുള്ളത് നോക്കട്ടോ. സാമ്പാർക്ക് ഇത് ഞാൻ മീൻ കറിക്ക് ഇതിൻ്റെ പൊടി ഇടലുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ് മീൻ കറിക്കൊക്കെ ഇടുമ്പോൾ. ഇനി നമുക്ക് സാമ്പാർക്കുള്ള മല്ലി വറുക്കുന്നത് എങ്ങനെയാണ് നോക്കട്ടോ. സാമ്പാർക്ക് ഞാൻ വെളുത്തുള്ളിയൊന്നും നമ്മൾ സാമ്പാറിൽ ഇടൂലല്ലോ, പെരുംജീരകം ഇടൂല, ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ. മല്ലിയിൽ ചെറിയ ഉള്ളി ഇതിലേറെ കൊത്തി നുറുക്കിക്കൊണ്ടിട്ടോ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ സാമ്പാർക്കുള്ള മല്ലിയിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നല്ല ജീരകം വേണമെങ്കിൽ 2 മണി ഇതൊക്കെ ചെയ്യാം, ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മീൻ കറിക്ക് എടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മീൻ കറിക്ക് നല്ല ജീരകം ഇടൂലല്ലോ നമ്മൾ. അപ്പോൾ അതും തന്നെ നല്ലോണം വറുത്ത് ഞങ്ങൾ പൊട്ടിയും പൊരിഞ്ഞ് വെന്തിന് കിട്ടണം. എന്നിട്ട് നമുക്കൊരു ഡിഷിക്ക് മാറ്റാം. ഇനി നമുക്ക് മുളക് വറുക്കണ്ടേ. ചില ആൾക്കാരുണ്ട് മുളക് വറുക്കാതെ പൊടിപ്പിക്കും. പക്ഷേ മുളക് വറുത്തുങ്ങാണ്ട് പൊടിപ്പിക്കണം, അപ്പോഴേ മുളകും പൊടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഈ മുളക് 2 കിലോ മുളക് കൊണ്ടുവന്നത് കുറച്ച് ഫുള്ള് വറുത്തിട്ടാണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നല്ല വിശ്വാസമുള്ള മില്ലിൽ നിന്ന് മാത്രം മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും വാങ്ങട്ടോ. എത്രമാത്രം നമ്മൾ അവരൊക്കെ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു മില്ലുകാരെ കള്ളത്തരം കാട്ടിലും കണ്ടു. അപ്പോൾ അവരെന്നോട് എന്താണെന്നാ പറഞ്ഞത്, അതേ പിന്നെ പണിക്കാർ വന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ചോദിച്ചു. ഇങ്ങനെയുള്ള ന്യായങ്ങളൊന്നും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാറുള്ളൂ. പൊടിപ്പിച്ചിങ്ങനെ വെച്ചാൽ നല്ല കളറ് ചോന്ന മുളകും പൊടി മഞ്ഞപ്പൊടി നല്ല മല്ലിപ്പൊടിയൊക്കെ നമ്മൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക. പക്ഷേ വൃത്തിയില്ലാതെ തരുന്ന പല മില്ലുകളും ഉണ്ട്. ഒന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ചതിയിലൊന്നും പെടാതെ നമ്മൾ നല്ലോണം അധ്വാനിക്കുക. നമ്മൾ അധ്വാനിച്ച അതിനുള്ള ഫലം നമുക്ക് തന്നെയാണ്. അപ്പോൾ കണ്ടോ മുളകൊക്കെ വറുത്ത് ചൂടാറി ഞാൻ പൊടിപ്പിച്ച് കൊണ്ടത് നല്ലൊരു മണം കേട്ടോ. സാമ്പാർക്കുള്ള പൊടി അവിടെ ഉണ്ടാവും, ഞാൻ അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഇത് മതി. പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പെരുന്നാളിന് ഈ നോമ്പിന് ഇങ്ങനത്തെ മസാല നിങ്ങൾ ഉണ്ടാക്കട്ടോ. മുളകും പൊടി മല്ലിപ്പൊടി നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.